ദിയ കൃഷ്ണ കേസ് ഇനി അന്വേഷിക്കാൻ പോകുന്നത് ക്രൈംബ്രാഞ്ച് ആണ് എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ച് ഈ കേസ് അന്വേഷിക്കും ഇനി എന്നാണ് മുഖ്യമന്ത്രി വാക്ക് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ അന്വേഷിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഇപ്പൊ ഈ കേസ് മാറിയത് എന്ന് വെച്ചാൽ, ഈ പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്ന ഏകദേശം 66 ലക്ഷത്തോളം രൂപ ഒരുപാട് ആളുകളെ പറ്റിച്ചുണ്ടാക്കിയതാണല്ലോ. അപ്പൊ ഈ ആളുകൾ എല്ലാവരും ചേർന്ന് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ബൾക്കായിട്ട് ഒരു കംപ്ലൈന്റുമായിട്ട് നമ്മുടെ സിസ്റ്റത്തിനെ സമീപിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് വേറെ വഴിയില്ല. ഒന്നിലധികം കംപ്ലൈന്റ് കിട്ടുമ്പോൾ അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഫ്രോഡ് പരിപാടിയാണ്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് ക്രൈംബ്രാഞ്ച് രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ജാതി പറഞ്ഞും ഇരവാദം ഉന്നയിച്ചും ആളുകളുടെ മുമ്പിൽ വന്ന ആളുകളുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി ശ്രമിച്ച പ്രതികൾ ഇപ്പോൾ ഒളിവിലാണ്. അവർക്ക് വേണ്ടി അന്ന് സംസാരിച്ച ആക്ടിവിസ്റ്റുകളോ, അവരും ഇപ്പോഴും അവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരോട് 2 വാക്ക് പറഞ്ഞാലോ? വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഹെൽപ്പിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ചാനലിന്റെ മോണിറ്റൈസേഷൻ തിരികെ വരുന്നത് വരെ, അല്ലെങ്കിൽ വ്യൂവിൽ നമ്മൾ പഴയ ആ ഒരു ലെവലിൽ എത്തുന്നവരെ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കുറച്ച് നാളത്തേക്ക് നമുക്ക് ആവശ്യമാണ്. സോ അതിന്റെ നമ്മുടെ ചാനലിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു രീതിയിലുള്ള സപ്പോർട്ട് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു വീഡിയോ കണ്ടും ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ നമ്മളെ സഹായിക്കാവുന്നതാണ്. അതുപോലെ പബ്ലിക് ഒപ്പീനിയനോടൊപ്പം അഡ്വർടൈസ്മെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരവും കൂടി പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട്. ഏകദേശം 1000 മുതൽ തുടങ്ങുന്ന ചെറിയ ബഡ്ജറ്റിൽ വരുന്ന പ്ലാനുകളാണ് നമുക്കുള്ളത്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച്, നിങ്ങളുടെ നീഡിനനുസരിച്ച് എല്ലാം ചെയ്തുതരാൻ നമുക്ക് പറ്റും. അപ്പൊ അതിനെ പറ്റിയുള്ള കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് തന്നെ വാട്സ്ആപ്പ് ചെയ്യുക. സോ ബാക്ക് ടു ദ ടോപ്പിക്. ദിയ കൃഷ്ണയുടെ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന രീതിയിൽ വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആളുകൾ തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു, ഈ പറഞ്ഞ ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങളെ കൊണ്ട് പൈസ അയപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ക്രൈംബ്രാഞ്ചിനെ കേസ് ഏൽപ്പിക്കാനായിട്ട് ഇവരൊരു നിർബന്ധിത ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവുന്നത്. എങ്ങനെയാണ് ഇത്രയും ആളുകൾ ഇപ്പോൾ പരാതിയുമായിട്ട് രംഗത്ത് വരുന്നത്? നമ്മുടെ ദിയ കൃഷ്ണ തന്നെ കഴിഞ്ഞ ദിവസം അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇട്ടിരുന്നു, നിങ്ങൾ ഈ സ്കാമിൽ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ സ്റ്റോറിയിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചിട്ട് ഈ പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളെ കൊണ്ട് പൈസ ഇടിയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി അതിന്റെ തെളിവുകളുമായി നിങ്ങൾ ഒരു കംപ്ലൈന്റ് ആയിട്ട് മൂവ് ചെയ്യുക. അത് എന്റെ കേസിനെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കും എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും ആളുകൾ തങ്ങളും കബളിപ്പിക്കപ്പെട്ടു, അതുകൊണ്ട് ഇതിന്റെ പേരിൽ ഒരു അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിയമപരമായിട്ട് മൂവ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നിയമം എന്ന് പറയുന്നത് ഫലപ്രദമായി ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു പവറാണ്. ഈ പെൺകുട്ടികൾ ചതിക്കുകയാണോ എന്ന സംശയം വന്നപ്പോൾ ദിയ ഇത് തന്നെയാണ് ചെയ്തത്. കാരണം സോഷ്യൽ മീഡിയയിലൂടെയാണ് ദിയ വളർന്നതും ഈ പറയുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തും. അതുകൊണ്ട് തന്നെ അവരോടാണ് ചോദിച്ചത്, നിങ്ങൾ ഇതുപോലെ അവർക്ക് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടോ ആരെങ്കിലും, അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ എന്ന് പറഞ്ഞ് വിത്തിൻ സെക്കൻഡ്സ് അത്രയധികം റെസ്പോൺസ് ആണ് വന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഇത്ര വലിയൊരു സ്കാം നമുക്ക് പെട്ടെന്ന് തന്നെ പിടിക്കാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞ 1.5 വർഷം എന്ന് പറയുമ്പോൾ 1.5 വർഷത്തിനുള്ളിൽ 66 ലക്ഷം രൂപ ഇവര് ഡിജിറ്റലി മാത്രം കട്ടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കണം. എത്ര വലിയ കഴിവുള്ള ആൾക്കാരാണ് ആ കാര്യത്തില്. ആ കട്ട പൈസ കൊണ്ട് എന്തൊക്കെ ചെയ്തു? വീട് വെച്ചു, ഒരാൾ കാറ് വാങ്ങിച്ചു, ഒരാൾ സഹോദരനെ UK വിട്ടു. കണ്ടില്ലേ? അപ്പം ലാവിഷായിട്ട് ജീവിച്ച് അങ്ങനല്ല, അവരവരുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു. മനസ്സിലായില്ലേ? കുറെ കാലത്തേക്കും കൂടി ഇത് മുന്നോട്ട് പോകും എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കണം ഇത് ചെയ്ത് കൊണ്ടിരുന്നത്. ദിയയോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് പറയുന്നത്. എന്തായാലും ദിയയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ശ്രദ്ധക്കുറവുണ്ടായിപ്പോയി എന്ന് അച്ഛൻ തന്നെ സമ്മതിച്ച് പറയുന്നുണ്ട്. ആ ശ്രദ്ധക്കുറവിനെല്ലാം തിരുത്തുന്ന രീതിയിൽ ഇപ്പോൾ ആ കുട്ടി രംഗത്ത് വന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ അഡപഠനം കൂട്ടപ്പെട്ട രീതിയിൽ സീരിയസ് കേസാണ്. അത് നമ്മൾ ചതിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ, അതായത് ഫിനാൻഷ്യലി ചതിക്കപ്പെടുകയാണെന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ട്. ബഡ്സ് ആക്ട് ഒക്കെ വരുന്നത് അങ്ങനെയാണ്. 50-ലധികം പേര് ഫിനാൻഷ്യലി ചീറ്റ് ചെയ്തു എന്ന രീതിയിൽ വരുമ്പോഴത്തേക്ക് അയാൾ എവിടെ ഉണ്ടെങ്കിലും അയാളെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് അകത്തിടാനുള്ള ഒരു വകുപ്പ് അതിനകത്തുണ്ട്. നമ്മുടെ പ്രവീൺ റാണയൊക്കെ അകത്ത് പോയത് ആ വകുപ്പിന്റെ പേരിലാണ്. അപ്പൊ ഈ പെൺകുട്ടികൾക്കും മറിച്ചൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. എന്തായാലും ഈ ഭരിക്കുന്ന കക്ഷി ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. ആ കക്ഷിയോടൊപ്പം നിൽക്കുന്ന കുറെ ആക്ടിവിസ്റ്റുകൾ അടക്കമുള്ള ആളുകളും. പ്രത്യേകമായി ഞാൻ ഒരാളെ എടുത്തു പറയാം. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ഞാൻ വായിച്ചത്, ബിന്ദു അമ്മണിയുടെ പോസ്റ്റാണ്. അവര് പറയുന്നത് ഈ പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ദിയ തന്നെയാണെന്നാണ്. ഏകദേശം 3 ദിവസം മുൻപ് ഇവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു സംഭവമാണിത്. അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ദിയ കാരണമാണെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിയ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഈ പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്ക് പൈസ വാങ്ങിച്ചിരുന്നു എന്നത് തെളിഞ്ഞിട്ടുണ്ട്. എങ്ങനെ തെളിഞ്ഞു എന്ന് ചോദിച്ചാൽ അതിനെ പറ്റിയിട്ട് പുള്ളിക്കാരിക്ക് ഒന്നും പറയാനില്ല. എന്നാൽ ന്യൂസ് കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം, ഒരു മാങ്ങാത്തൊലിയും ഇവിടെ തെളിഞ്ഞിട്ടില്ല. മറിച്ച് ദിയ ഒരിക്കൽ പോലും പേയ്മെന്റ് ഇവരുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിച്ചിട്ടില്ല എന്നതാണ് തെളിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പെൺകുട്ടികൾ ആ പൈസ ഇങ്ങനെ ബൾക്കായിട്ട് ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അങ്ങ് ATM നിന്ന് വിഡ്രോ ചെയ്ത് കൊണ്ടുവന്ന് ദിയയ്ക്ക് കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് പബ്ലിക്ലി പറയുന്നത്. ഈ ബിന്ദു അമ്മണി പോസ്റ്റിൽ പറയുന്നത് അത് തന്നെയാണ്, ദിയക്ക് കൊടുക്കുമായിരുന്നല്ലോ. അതും തെളിഞ്ഞിട്ടുണ്ട്. അതും തെളിഞ്ഞിട്ടില്ല. കാരണം ഈ 66 ലക്ഷം രൂപ ഇവർ ATM വഴി പിൻവലിച്ചിട്ടേയില്ല ഈ കാലം മുഴുവനും. ഒരിക്കൽ പോലും ATM ഇടപാട് നടത്താതെ ഓൺലൈൻ ഇടപാട് മാത്രം ചെയ്ത ഈ പെൺകുട്ടികളാണ് ഡെയിലി പൈസ പിൻവലിച്ച് ദിയയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുമെന്ന് പച്ച നുണ പറഞ്ഞത്. അത് നുണയാണെന്ന് ഇപ്പോ തെളിഞ്ഞിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞ് ബിന്ദു അമ്മണി അത് മാറ്റി പറയാൻ തയ്യാറാണോ? അല്ല.
അതുപോലെ തന്നെ ദളിതായിട്ട് ഇവരെ കണക്കാക്കാനും ജാതി വിവേചനം പോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് ശരിയായിട്ടില്ല. അത് ആര് കൊണ്ടുവന്നത്? ദിയയുടെ പക്ഷം കൊണ്ടുവന്നത്. ഇവരെ അതും പറഞ്ഞ് ഇവരെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല. അതുപോലെ ദളിതിന്റെ തലയിൽ ഇത് കെട്ടിവെക്കാൻ നോക്കുന്നത്. ഇവര് ദളിതല്ലല്ലോ, എന്നിട്ട് ദളിതുകാരാണ് ഇങ്ങനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. ജാതി പറഞ്ഞ് അവരാണ് മുതലെടുക്കുന്നത്, നിരവാദം ഉന്നയിക്കുന്ന രീതിയിൽ ഉന്നയിക്കുന്നത് ശരിയല്ലെന്നും ബിന്ദു അമ്മണി പറയുന്നുണ്ട്. ആരാ അങ്ങനെ ഉന്നയിച്ചത്? ജാതി എന്നും പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഇതിന്റെ ഇടയിലേക്ക് ആദ്യം കൊണ്ടുവന്ന ഈ പെൺകുട്ടികളാ, അല്ലാണ്ട് ദിയാകൃഷ്ണയും ഫാദറും ഒന്നും അല്ല. അപ്പൊ അത് അവരുടെയാണ് കുഴപ്പം. അവരോട് പറഞ്ഞാൽ മതി, നിങ്ങൾ ദളിതല്ലല്ലോ, എന്നിട്ട് ദളിതനെ പറയിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പ്രവർത്തിച്ച്, ഇങ്ങനെ എന്തിനാ പൊതുമതത്തിൽ വന്ന് പറഞ്ഞാൽ അവരോടല്ലേ പറയേണ്ടത്. അതുപോലെ തന്നെ കൃഷ്ണകുമാറും കുടുംബവും ഇങ്ങനെയല്ല ഇടപെടേണ്ടത്. നിയമപരമായിട്ടൊരു കേസ് അങ്ങ് കൊണ്ടു കൊടുത്തിട്ട് അവരുടെ വഴിക്ക് പോവായിരുന്നു ചെയ്യേണ്ടേ, അല്ലാതെ തട്ടിക്കൊണ്ടുപോവുകയും ഭീഷണിപ്പെടുത്തുകയും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയും ആൾക്കൂട്ട വിചാരണ ചെയ്യുകയും ഇതൊക്കെ തെറ്റാണെന്നാണ് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് കമ്മികൾക്ക് വലിയ കാര്യമാണ്. കാരണം കമ്മികൾക്ക് മാത്രമാണല്ലോ ഇവിടെ നീതി കിട്ടുന്നത്, പോലീസ് അവരുടെ ആയതുകൊണ്ട്. ബാക്കിയുള്ള ആർക്കും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നും ഇല്ല എന്ന് നമുക്കറിയാം. CCTV ദൃശ്യം നമ്മൾ കൊടുക്കണം, എവിഡൻസ് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കണം. പറ്റുമെങ്കിൽ പ്രതിയെ നമ്മൾ കൊണ്ടുപോയി കൊടുത്താലാണ് അവർ അറസ്റ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ അവർ പ്രതിനെ എന്താ പറയാ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി അനുവദിച്ച് കഴിഞ്ഞിട്ട് പറയും ഒളിവിലാണെന്ന് പറയും. ഇത് നമുക്കറിയാം. ഇത് തെറ്റാണെന്ന് നിങ്ങൾ പറയും, ഇങ്ങനെ അല്ല എന്ന് പറയോ? ഇപ്പൊ നടക്കുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ സിസ്റ്റം വഴി പോയാൽ ഒന്നും ആവില്ല. അതുകൊണ്ട് തന്നെ എവിഡൻസ് മുമ്പ് കളക്ട് ചെയ്യണമായിരുന്നു. ആരും തട്ടിക്കൊണ്ടുപോയതല്ല, അതും തെളിഞ്ഞിട്ടുണ്ട്. 3 ദിവസം മുമ്പ് അല്ല, ഇപ്പോ ആ CCTV ദൃശ്യം വന്നിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതാണല്ലോ. ആ പെണ്ണുങ്ങൾ കയറിയാണ് പോകുന്നത്, ഒരാൾ ബൈക്കിലുമാണ് പോകുന്നത്. ആരും തട്ടിക്കൊണ്ടുപോയതല്ല. അതേപോലെ ഭീഷണിപ്പെടുത്തി. എന്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി? അഹാന പറയുന്നുണ്ട്, ഞാനിപ്പോ ചോദിക്കുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവിടെ തീർക്കാം. കൃഷ്ണകുമാർ പറയുന്നുണ്ട്, എനിക്ക് 4 പെമ്മക്കളാണ്, ഈ 3 പെമ്പിള്ളാരുടെ ജീവിതം വെച്ച് കളിക്കാൻ എനിക്ക് ഇതില്ല, എനിക്ക് താല്പര്യമില്ല. പൈസ പോയതിലല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് വെച്ചിട്ട് കോംപ്രമൈസ് ചെയ്ത് നമുക്കിത് തീർക്കാം, പുറത്തേക്ക് എത്തിക്കണ്ട. അവരതുപോലെ തന്നെയല്ലേ പ്രവർത്തിച്ചത്. 28-ാം തീയതി നടന്ന കാര്യം ഇത്രയും വീഡിയോസ് എടുത്ത് കയ്യിൽ വെച്ചിട്ടും അവർ പുറത്തേക്ക് വിട്ടില്ലായിരുന്നല്ലോ. അവർ നിയമപരമായിട്ട് മൂവ് ചെയ്തത് എപ്പോഴാണ്? ഈ പിള്ളേരുടെ ഭാവം മാറിയപ്പോഴാണ്. എന്നിട്ട് ആ വീഡിയോസ് ഔട്ടായതിനു ശേഷമല്ലേ ഈ പിള്ളേർ അബ്സ്കോണ്ടായത്, മുങ്ങിയത്. അപ്പൊ ഈ പിള്ളേരുടെ ഭാഗത്താണോ ന്യായം? അപ്പൊ അവര് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ആൾക്കൂട്ട വിചാരണ കണ്ടില്ലേ? ആൾക്കൂട്ടം എന്നൊരു സംഗതി ഇതിനകത്തേക്ക് ഇടപെട്ടതിന് ശേഷമാണ് ഇവിടെ നീതി വന്നത്. സോഷ്യൽ മീഡിയ പിടിച്ചു വാങ്ങിയതാണ്. ഗുണ്ടായിസം കാണിച്ച പോലീസിനെ അടിച്ചൊരു മൂലയ്ക്ക് ഇരുത്തിയതാണ്. നിയമത്തിന് മേളിൽ നിങ്ങളുടെ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഇവിടെ വില പോവില്ലെന്ന് നമ്മൾ തെളിയിച്ച് കാണിച്ചതാണ്. സിസ്റ്റം അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇവിടെ നീതിയാണ് വേണ്ടത്, അല്ലാതെ ഒരു ജാതിയുമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുമല്ല, അവരൊന്നുമല്ല ഇവിടെ ഭരിക്കേണ്ടത്. ഇവിടെ ഭരിക്കേണ്ടത് ജനങ്ങളാണെങ്കിൽ ജനങ്ങൾക്ക് നീതി വേണം. നാളെ ഇതിന്റെ പേരിൽ ഒരു സ്ത്രീക്കോ മറ്റൊരു ദളിത് വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു മനുഷ്യനോ നീതി ലഭിക്കാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇത്തരം മുതലെടുപ്പുകാരെ ശിക്ഷിക്കുമ്പോൾ, മാതൃകാപരമായി ശിക്ഷിക്കുമ്പോൾ നമ്മൾ ഉറപ്പുവരുത്തുന്നത് അതാണ്. എന്നാൽ ഇതുപോലുള്ള ആക്ടിവിസ്റ്റുകൾ എന്ത് കൊള്ളരുതായിക ചെയ്താലും ജാതിയുടെ പേരില് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോ, രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോ എന്ത് നീതി പുലരണം ഈ നാട്ടിൽ എന്നാണ് നിങ്ങൾ പറയുന്നത്? ആളുകളുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കണം. ഇത് കാണുന്ന ആളുകൾക്ക് നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തോടും നിങ്ങളെന്ന വ്യക്തിയോടും ഉണ്ടാകുന്ന മതിപ്പ് എന്താണ്, വിശ്വാസം എന്താണ് എന്നുകൂടി ചിന്തിക്കണം. മുൻപ് രഹന ഫാത്തിമ എന്ന വ്യക്തി ബിന്ദു അമ്മണിയെ കുറിച്ച് ഇട്ട ഒരു പോസ്റ്റ് ഞാൻ വായിച്ചതായിട്ട് ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ഇവരെ നേരിട്ട് അറിയില്ലെന്നും ഇവർ ആക്ടിവിസ്റ്റ് ആണെന്നാണ് പറഞ്ഞിരുന്നതെന്നും പൈസ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നും തന്റെ കൂട്ടുകാരിയാണെന്ന് വിചാരിച്ച് വിശ്വസിച്ച് ആരും പൈസ ഇടപാടുകൾ നടത്തേണ്ടതില്ലെന്നും തനിക്ക് വ്യക്തിപരമായി ഇവരുമായി ഒരു ബന്ധവുമില്ല, ഒരു ഇഷ്യൂ വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് പൊതുമധ്യത്തിൽ വെളിപ്പെടുത്തുന്നത് എന്നായിരുന്നു ആ പോസ്റ്റിൽ എഴുതിയിരുന്നത്. ഒരു പക്ഷേ ഈ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഉള്ളിലുള്ള ഒരു എന്താ പറയുക സ്നേഹം എന്തിന്റെയാണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും ഉത്തരം കണ്ടെത്താം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് ഇനി ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ പോലീസ് പറയുന്നത് ഇവര് ഒളിവിലാണെന്നാണ് പറയുന്നത്. ഒളിവിലിരുന്ന് ജാമ്യ അപേക്ഷ സമർപ്പിക്കാനും ഇവർക്ക് സാധിച്ചു. ഇവരുടെ വീട്ടിൽ ഇവരില്ല, ഫോൺ വിളിച്ചിട്ടും കിട്ടിയില്ല. അപ്പൊ തന്നെ പോലീസ് കട്ടയം പടവും മടക്കി വീട്ടിലിരുന്നു. ഇനി വേറെ അല്ലാതെ ഇവരെന്ത് ചെയ്യാനാ എന്നാണ് പറയുന്നത്. അപ്പോ ഈ കേരളം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇനി നിലമ്പൂർ ഇലക്ഷൻ വരുമ്പോഴും അടുത്ത ഇലക്ഷൻ വരുമ്പോഴും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? മുഖ്യമന്ത്രിയിലേക്ക് എത്തിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്തൂല എവിടെ? ബാക്കി രാഷ്ട്രീയക്കാരും ഈ പറയുന്ന കാശും സ്വാധീനമുള്ള ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്ന് ഇത് ഒതുക്കി തീർക്കും. കുറെ ആളുകൾ പറയുന്നത് കേട്ടു, BJP നേതൃത്വം ഒരു രീതിയിലും ഇവർക്ക് സപ്പോർട്ടായിട്ട് വന്നില്ലല്ലോ, ഇവർക്ക് വേണ്ടി സംസാരിച്ചില്ലല്ലോ, ഇടപെട്ടില്ലല്ലോ, എന്തുകൊണ്ടാണ്? കൃഷ്ണകുമാറും BJPയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ട് BJP തന്നെയാണോ കൃഷ്ണകുമാറിനെതിരെ അടുത്ത ഇലക്ഷനിൽ മത്സരിക്കാതിരിക്കാൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്? കൃഷ്ണകുമാർ ആ രീതിയിൽ സംസാരിക്കുന്നത് പോലെ തോന്നിയല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്നാൽ നമ്മൾ അറിയേണ്ട സംഗതി, ഈ വീഡിയോസ് പല ചാനലുകൾ വരുന്ന എല്ലാത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് BJP നേതൃത്വത്തോടെ ഇടപെടണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടി വിഷയമല്ല ഇത്, എലക്ഷൻ വിഷയമല്ല ഇത്. ഇതെന്റെ മകൾക്ക് സംഭവിച്ചിരിക്കുന്ന, എന്റെ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക ഫ്രോഡാണ്, ഒരു തട്ടിപ്പ് പരിപാടിയാണ്. അപ്പൊ ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സംഗതിയല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും പരസ്യമായി രാഷ്ട്രീയമായി നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഇടപെടുന്ന രീതിയിൽ ചെയ്യണ്ട. ഏതൊരു സാധാരണക്കാരനും കിട്ടുന്നത് പോലെ നമ്മൾ കൊടുത്ത എവിഡൻസ് വെച്ച് നമുക്ക് നീതി ഉണ്ടെങ്കിൽ നീതി കിട്ടിയാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് സുരേഷ് ഗോപി വിളിച്ച കാര്യം, അതുപോലെ ശോഭാ സുരേന്ദ്രൻ വിളിച്ച കാര്യം, രാജീവ് ചന്ദ്രശേഖർ വിളിച്ച കാര്യം, ഇവരോട് ആരോടും ഇടപെടണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇത് രാഷ്ട്രീയമായി പേഴ്സണൽ കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നത്
നല്ലൊരു മനുഷ്യന് മാത്രമേ അത് സാധിക്കുള്ളൂ. അല്ലാത്ത ആളുകൾ ഒരു മനുഷ്യന്റെ മരണം മറയ്ക്കാൻ വേണ്ടി പോലും മറ്റൊരു മനുഷ്യനെ ലജ്ജയില്ലാതെ ബലാത്സംഗ വീരനായിട്ടൊക്കെ കാണിക്കാൻ യാതൊരു ഉളുപ്പുമില്ലാത്ത ആൾക്കാരാണ്. അത് അങ്ങ് ആരാണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കോമൺ സെൻസ് കൊണ്ടും ഈ കഥകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ടും നമുക്കത് മനസ്സിലാവും. അപ്പോൾ കഥ ഇവിടെ വരെയാണ് എത്തി നിൽക്കുന്നത്. ഇനി ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് പോയതിനു ശേഷം ഇവരെ പിടിക്കപ്പെടുമോ, ഇവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കുമോ, കേരളത്തിൽ നീതി എന്ന് പറയുന്ന സാധനം കിട്ടും എന്ന പ്രതീക്ഷ നമുക്ക് ഇനിയും ഉണ്ടാകുമോ എന്നതൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കോൺട്രിബ്യൂഷൻസിന്റെ കാര്യം, അഡ്വർടൈസ്മെന്റ്സിന്റെ കാര്യം ഒന്നും മറക്കണ്ട. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് തന്നെ അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പൊതുമധ്യത്തിൽ എത്തിക്കേണ്ട വാർത്തകളെ കുറിച്ച് നമുക്ക് മെസ്സേജ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. അപ്പോൾ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.